എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വോയിസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ 40കാരിയുടെ പ്രണയം ഭാഗം 60. മീനുവും ജയും പരസ്പരം തങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ണുകൊണ്ട് പറയുകയായിരുന്നു. ആ അവസ്ഥയിൽ എന്തു പറയണമെന്ന് പരസ്പരം രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ജയ് തൻ്റെ കൈ പിൻവലിച്ചു. അവളെ ചേർത്ത് പിടിച്ചിരുന്ന ആ കൈ. എന്നിട്ടവൻ മീനുവിനോടായി പറഞ്ഞു, ഞാൻ അമ്മയൊന്ന് നോക്കിയിട്ട് വരാം. അമ്മ എവിടെയാ പോയെന്ന്. മറുത്തൊന്നും പറയാതെ അവൻ കാറിൽ നിന്നിറങ്ങി അമ്മയുടെ അടുത്തേക്കായി നടന്നു. പിന്നീടങ്ങോട്ട് 3 പേർക്കുമിടയിൽ നിലനിന്നത് മൗനം മാത്രമായിരുന്നു. ജയ്യോ മീനുവോ അമ്മയോ ഒന്നും സംസാരിച്ചില്ല. അവർ വീട്ടിലെത്തിയ ശേഷം മീനു പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടിക്കയറി. ആരോടും ഒന്നും പറഞ്ഞില്ല. മീനു പോകുന്നത് നോക്കി ജയ്യും അമ്മയും നിന്നു. ജയ്ക്ക് അമ്മയോട് എന്തൊക്കെയോ ചോദിക്കണം, പറയണം എന്നൊക്കെയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവൻ വേണ്ടെന്ന് വെച്ചു. ഈ അവസരത്തിൽ ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് അവന് തോന്നി. അതുകൊണ്ട് തന്നെ അവൻ ഒന്നും മിണ്ടിയില്ല. എന്നാൽ ശരി അമ്മ, ഞാൻ ഇറങ്ങാണ്, അമ്മയോടായി ജയ് പറഞ്ഞു. എടാ, കാപ്പി കുടിച്ചിട്ട് പോവാം. വാ മോനെ, കാപ്പി കുടിച്ചിട്ട് പോവാം. അല്ലമ്മ വേണ്ട, കാപ്പി കുടിച്ചിട്ട് പോവാന്നേ. ഞാനും കുടിച്ചിട്ടില്ല, വാ. അമ്മ നിർബന്ധിച്ചു. ജയ്യെ അകത്തേക്ക് വിളിച്ചു. അകത്തേക്ക് കയറിയ ജയ് കണ്ടത് ഹാളിലിരിക്കുന്ന മീനുവിൻ്റെ മകൾ അമ്മുവിനെയായിരുന്നു. അവളെ കണ്ടപ്പാടെ ജയ് അമ്മയോടായി പറഞ്ഞു. അമ്മ. ജയ് പതുക്കെ വിളിച്ചു. എന്താ മോനെ? അല്ല അമ്മ, എനിക്ക് അവളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? ആരെ? മീനുവിൻ്റെ മോളെ. അതിപ്പോൾ നിങ്ങളുടെ കല്യാണക്കാര്യം പറയാൻ പറ്റില്ലല്ലോ മോനെ. പിന്നെങ്ങനെയാ? അയ്യോ, കല്യാണക്കാര്യം പറയരുത്. മീനുവിൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തണ്ട. പിന്നെ ഞാൻ മോൻ ആരാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. അത് വേറെ ആരെന്തെങ്കിലും പറഞ്ഞാൽ പോരെ? കസിനോ ഫ്രണ്ടോ അങ്ങനെ എന്തെങ്കിലും? അയ്യോ, കസിൻ വേണ്ട, വേറെ എന്തെങ്കിലും. എനിക്കൊന്ന് പരിചയപ്പെടണമെന്നുണ്ട്, അതുകൊണ്ടാണ്. ശരി മോൻ വാ, ഞാൻ പരിചയപ്പെടുത്തി തരാം. അവൾ ഒരു കാര്യം കൂടി പെട്ടെന്ന് പറയാം. എന്താ അമ്മ? അങ്ങനെയല്ല, അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. പെട്ടെന്നൊന്നും ആൾക്കാരെ അത്ര ഇണങ്ങില്ല അവൾ. മോനത് കാര്യമാക്കണ്ട കേട്ടോ. ഞാൻ പരിചയപ്പെടുത്തിയെന്ന് വെച്ച് അവൾ തന്നോട് സംസാരിക്കുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, മനസ്സിലായോ? അമ്മ പറഞ്ഞു. കുഴപ്പമില്ല അമ്മ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ്. അമ്മ ഒരു കാര്യം. എന്താടാ? അല്ല, അമ്മൂന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? അങ്ങനെ ചോദിച്ചാൽ അവൾക്ക് ഏറ്റവും ഇഷ്ടം അവളുടെ അച്ഛനെയാണ്. വേറെ എന്താ ഇഷ്ടമെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല മോനെ, എനിക്കതിനെ പറയാനറിയില്ല. അവൾക്ക് ഏറ്റവും ഈ ലോകത്ത് ഇഷ്ടം അവളുടെ അച്ഛനെയാണ്, അത്രേ അറിയത്തുള്ളൂ. അവളുടെ അച്ഛനെന്ന് പറയുമ്പോൾ മീനുവിൻ്റെ ഭർത്താവ് അല്ലേ? അതെ. ഓ, അപ്പോൾ അച്ഛനോടുള്ള ഇഷ്ടം കാരണമാണോ അമ്മയെ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? അങ്ങനെ ഏതെങ്കിലും മക്കൾ ചെയ്യുമോ മോനെ? അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് ഉത്തരമാണ് ഞാൻ നേരത്തെ മോനോട് പറഞ്ഞത്. അമ്മയെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഒരു സ്വഭാവം അമ്മയ്ക്ക് വേണ്ടേ, അതുകൊണ്ടായിരിക്കും. ജയ് പിന്നീടൊന്നും പറഞ്ഞില്ല. മോന് വാ, ഞാൻ പരിചയപ്പെടുത്തി തരാം.
ജയയെയും കൊണ്ട് അമ്മുവിൻ്റെ അടുക്കിലേക്കായി മീനുവിൻ്റെ അമ്മ നടന്നു. അമ്മു മോളെ. അമ്മു ഫോണിൽ കളിക്കുകയായിരുന്നു. ആ വന്നോ? രാവിലെ തന്നെ അമ്പലത്തിൽ പോയോ? രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. അല്ല നീ എന്താ ഇത്രയും നേരത്തെ എണീറ്റ്? അങ്ങനെ പതിവൊന്നും ഇല്ലല്ലോ. ഉറക്കം വന്നില്ല, ബോറടിച്ചു, അപ്പം ഞാനിങ്ങനെ എണീറ്റ് പോണു. ആണോ? അതെ, ഞാൻ മൂക്കൊരാളെ പരിചയപ്പെടുത്താം. ദാ ഈ ചേട്ടനൊന്ന് നോക്കിയേ. അപ്പോഴാണ് അമ്മു ശ്രദ്ധിച്ചത് ജയെ. ഇതാരാ? ഇതേ എൻ്റെ ഫ്രണ്ടിൻ്റെ മോനാ. ഫ്രണ്ടിൻ്റെ മോനാണെങ്കിലും എനിക്കെൻ്റെ സ്വന്തം മോനെ പോലെയാണ്. മനസ്സിലായോ? ഓ, എൻ്റെ പേര് ജയ്. അമ്മു എന്നാണല്ലേ പേര്? ഒരു പരിചയപ്പെടലിന് തുടക്കം കുറിച്ചുകൊണ്ട് ജയ് ചോദിച്ചു. അതെ, അമ്മു എന്നാണ് പേര്. അവൾ അത്രമാത്രം പറഞ്ഞു. മോളുടെ അച്ഛനെവിടെയാണ് ഇപ്പോൾ? ഇപ്പോൾ സിനിമയൊക്കെ ചെയ്യുന്നുണ്ടോ? അല്ല, ഇപ്പോൾ അടുത്തൊന്നും സിനിമയൊന്നും കണ്ടില്ല. തീരെ താല്പര്യമില്ലാതെ നിന്നിരുന്ന അമ്മുവിൻ്റെ മുഖത്ത് പെട്ടെന്ന് തെളിച്ചം വന്നു അച്ഛനെക്കുറിച്ചുള്ള ചോദ്യം. അമ്മയ്ക്ക് മനസ്സിലായി, ഇവൻ കൊള്ളാം, മിടുക്കൻ തന്നെ. അമ്മ മനസ്സിൽ പറഞ്ഞു. അച്ഛനെക്കുറിച്ച് അറിയാവോ? അമ്മ തിരിച്ചു ചോദിച്ചു. അയ്യോ, എനിക്കറിയില്ല, ആളൊരു നടനായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 2-3 സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്. ഓ അങ്ങനെ. ഇപ്പോൾ സിനിമയൊന്നും അച്ഛൻ ചെയ്യുന്നില്ല. അച്ഛനിപ്പോൾ ഫുൾ ബിസിനസ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സിനിമയിലോട്ടൊന്നും അത്ര താല്പര്യം കാണിക്കുന്നില്ല. പിന്നെ പ്രൊഡ്യൂസിങ് താല്പര്യമുണ്ട്. ആണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് കേട്ടോ അച്ഛൻ. ആണോ? ശരി, ഞാൻ അച്ഛനോട് പറയാം കേട്ടോ, ഇങ്ങനെയുള്ള പരിചയപ്പെട്ടിരുന്നു, അച്ഛൻ്റെ ഫാനാണെന്നൊക്കെ. തീർച്ചയായിട്ടും പറയണം. ഞാനൊന്ന് നേരിൽ കാണണമെന്നൊക്കെ ആ സമയത്ത് ആഗ്രഹിച്ചിരുന്നു. ആണോ? ഓക്കെ. മോളെ പരിചയപ്പെടാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ആരാധിച്ചിരുന്നൊരു നടൻ്റെ മകളല്ലേ. താങ്ക് യു സോ മച്ച്. അമ്മു ശരിക്കും സന്തോഷിച്ചു. അവളുടെ മുഖത്ത് വിടർന്ന ചിരി. ജയെ അമ്മയൊന്ന് നോക്കി. നീ വിചാരിച്ച പോലെ ഒരാളല്ലടാ, അല്ലേ എന്നൊരർത്ഥം ആ നോട്ടത്തിലുണ്ടെന്ന് ജയ്ക്ക് തോന്നി. എന്താ പേര് പറഞ്ഞ്? എനിക്ക് മറന്നുപോയി. അമ്മു തിരിച്ചു ചോദിച്ചു. ജയ് എന്നാണ് പേര്. ഓക്കെ ജയ്. ഞാൻ പറയാട്ടോ അച്ഛനോട് ഇങ്ങനെ ഒരു ഫാൻ ഉണ്ടെന്ന്. അച്ഛൻ്റെ നമ്പർ കിട്ടുമോ ഒന്ന് സംസാരിക്കാൻ? സിനിമയിൽ ചാൻസ് ആണെങ്കിൽ അച്ഛനിപ്പോൾ ചെയ്യുന്നില്ലല്ലോ, പിന്നെ നമ്പർ കിട്ടിയിട്ട് കാര്യമുണ്ടോ? അല്ല, എനിക്ക് സിനിമയിൽ ചാൻസ് ഒന്നുമല്ല, പിന്നെ കിട്ടിയാൽ ഒന്ന് എപ്പോഴെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാമല്ലോ. ഒന്നുമില്ലെങ്കിലും ഒരു നടനല്ലേ, അതുമല്ല സിനിമ ഫീൽഡിലുള്ള ഒരാളല്ലേ, പിന്നെ ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്ന നടൻ കൂടിയാണ്. അതുകൊണ്ട് ചോദിച്ചതാ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അച്ഛൻ നമ്പർ ഒന്ന് തരാമോ? അമ്മുവിനോടായി ജയ് ചോദിച്ചു. ജയ്യുടെ കുശലാന്വേഷണ രീതി അതമ്മയ്ക്കേറെ ബോധിച്ചു. അമ്മു പെട്ടെന്നൊന്നും ആരോടും സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. അത്രയും കംഫർട്ടായ ആളുകളോട് മാത്രമേ അമ്മു സംസാരിക്കാറുള്ളൂ. അതാണ് അമ്മുവിൻ്റെ പ്രകൃതം. പക്ഷേ അച്ഛനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ അമ്മു ശരിക്കും വീണു. അവൾ നന്നായി സംസാരിക്കാൻ ശ്രമിക്കുന്നു. ജയ്യെ ആദ്യമായിട്ടാണ് അവൾ കാണുന്നത് പോലും. എന്നിട്ടും അവൾ നന്നായി സംസാരിക്കുന്നു. അവർക്കിടയിലേക്ക് താൻ നിൽക്കണ്ട എന്ന് അമ്മയ്ക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു, എന്തായാലും നിങ്ങളിവിടെ സംസാരിച്ചിരിക്കുക, അപ്പോഴേക്കും 2 പേർക്കുള്ള കാപ്പി ഞാനങ്ങ് എടുക്കാം. ശരി, അപ്പോൾ കാപ്പിയായിട്ട് വന്നാട്ടെ, അമ്മു തിരിച്ചു പറഞ്ഞു. ഇരിക്കൂ. ജയ്യോടായി ഇരിക്കാൻ അമ്മ പറഞ്ഞു. താങ്ക് യു. മോള് എന്താ ഇപ്പോൾ പഠിക്കുന്നത്? +2 ആണോ? അതെ, ഞാൻ +2 ആണ്. ആണോ? എവിടെയാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണല്ലേ? അച്ഛൻ്റെ കൂടെയാണോ? ഇല്ല, ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഓ ഓക്കെ, ഹോസ്റ്റലിലാണല്ലേ. ഞാൻ കരുതി അച്ഛൻ്റെ കൂടെ ആയിരിക്കുന്നു.
ആ ഞാൻ കുറച്ച് കാലം അച്ഛനോട് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഓരോരോ കാര്യത്തിന് വേണ്ടി പോകേണ്ടി വരുമ്പം ഞാൻ ഒറ്റയ്ക്കാവുന്നല്ലേ, അപ്പോൾ അത് അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് അച്ഛൻ എന്നെ ഹോസ്റ്റലിലാക്കി. അപ്പോൾ പിന്നെ എന്നെയും കാത്ത് എത്രയെന്ന് വെച്ചാൽ അച്ഛൻ ഇരിക്കാം. അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ഓ, ആണോ? ആ, ശരി മോളെ. ആം, മോള് ഇപ്പോൾ ഇവിടെ വന്നത് ഇന്നലെ ആയിരുന്നല്ലേ? എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം, ഇവളെ എങ്ങനെ കയ്യിലാക്കണം എന്നൊക്കെയായിരുന്നു ജയ്യുടെ ചിന്ത. ആം, അതെ, ഇന്നലെ ആയിരുന്നു മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലേ, അതുകൊണ്ട് വലിയേട്ടൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് വന്നത്. ആം, വലിയേട്ടൻ ആം, മീനുവിൻ്റെ ഏട്ടനല്ലേ? അതെ. ആ, ഞാനും വലിയേട്ടൻ തന്നെയാണ് വിളിക്കാറ്. ഇവിടെ എല്ലാവരും അങ്ങനെ വിളിക്കും. അപ്പം ഞാനും അങ്ങനെ തന്നെ വിളിക്കും, മാറ്റി വിളിച്ചിട്ടില്ല. ആ, ആണോ? ആം, പിന്നെ എനിക്കെന്ത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആം, ആണല്ലേ? ആ, മോള് ശരിക്കും കാണാൻ മീനുവിനെ പോലെ തന്നെയുണ്ട്. ജയ് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി. ആര് പറഞ്ഞു? അവളുടെ മുഖം പെട്ടെന്ന് ചുവന്നു. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് സന്തോഷവും അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് ദേഷ്യവുമാണെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ ജയ്ക്ക് മനസ്സിലായി. ആം, അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് തോന്നിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അച്ഛൻ്റെ രൂപമാണ്, അല്ലാതെ അമ്മയുടേതല്ല. എന്നെ കണ്ടിട്ട് ഇന്നവരാരും അത് പറഞ്ഞിട്ടുമില്ല. അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അമ്മയെപ്പോലെ ഞാൻ ഇരിക്കുന്നെന്നോ? ആ സ്ത്രീയുടെ കേൾക്കുന്നതേ എനിക്കിഷ്ടമല്ല. അവൾ പെട്ടെന്ന് കയർത്തു. ഈ സാഹചര്യം താൻ സൃഷ്ടിക്കേണ്ടിയിരുന്നില്ല എന്ന് ജയ്ക്ക് തോന്നി. എന്ത് പറയിപ്പോ, വായിലൊന്നും വരുന്നില്ലല്ലോ. ജയമൻ ആലോചിച്ചു. ഇതും പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. ഓ, രക്ഷപ്പെട്ടു പോയതുകൊണ്ട് ഒന്നും പറയേണ്ടി വന്നില്ലല്ലോ. അയ്യോ, എന്തായിരിക്കും ഇവൾ ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ കാരണം? ഇവളെന്നാ മീനുവിനെ ഇത്രയ്ക്കങ്ങ് വെറുക്കുന്നേ? അതിന് മാത്രം ഈ മീനു എന്താ ചെയ്തത്? അമ്മ പറഞ്ഞതുപോലെ അവളുടെ സ്വഭാവത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ, ശരിയായിരിക്കും. എത്രയാന്ന് വെച്ചാൽ ഒരുത്തൻ സഹിക്കുക, സഹിക്കട്ടപ്പോൾ ഉപേക്ഷിച്ചതായിരിക്കും. എന്നാലും അച്ഛനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. വെറുതെ വേണ്ടാത്ത പണിക്കൊക്കെ പോയി. അവളെക്കുറിച്ച് അങ്ങനെ ഒരു കാര്യം പറയേണ്ടിയിരുന്നില്ല. ആ കുട്ടി നന്നായി സംസാരിച്ചിരുന്നത്. ഒന്നുകൂടി ആലോചിച്ച് പറയായിരുന്നു. പെട്ടെന്ന് കയറത് പറയണ്ടായിരുന്നു. ജയ് അങ്ങനെ ആലോചിച്ച് അവിടെ തന്നെ ഇരുന്നു പോയി. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.